പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി നിരാശനായി ദൈവത്തിൽ നിന്നും ഒളിച്ചോട്ടം നടത്തുവാൻ ശ്രമിച്ച മനുഷ്യനെ തേടി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെത്തിയ പരിശുദ്ധനായ ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട സത്യമാർഗമാണ് സുവിശേഷം. മതങ്ങൾ ഭൂമിയിൽ നിന്ന് ആവിർഭവിക്കുമ്പോൾ സുവിശേഷം സ്വർഗത്തിൽ നിന്നും ഉദയം ചെയ്തു. മതങ്ങളെല്ലാം മാനുഷിക മേഖലയിൽ നിന്നുള്ള മാനുഷിക ഉപദേശങ്ങൾ മാത്രമായിരിക്കുമ്പോൾ സുവിശേഷം ദൈവത്തിൽ നിന്നുള്ളതും ദിവ്യവുമാകുന്നു. മതങ്ങൾ കേവലം അപൂർണമായി മാത്രം ഇരിക്കുമ്പോൾ സുവിശേഷം പൂർണ്ണതയും തികവുമുള്ളതാണ്. പൊതുവായി പറഞ്ഞാൽ മതങ്ങളെല്ലാം ചെയ്യുക എന്നുപദേശിക്കുന്ന കർമ്മമാർഗമായിരിക്കുമ്പോൾ സുവിശേഷം ദൈവം തന്റെ ഏകജാതനായ പുത്രനിലൂടെ മനുഷ്യവർഗത്തിനായി നിവർത്തിച്ച രക്ഷയുടെ പരസ്യ പ്രഖ്യാപനമാണ്. മോശയിക ന്യായപ്രമാണം അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് ഉപദേശിക്കുമ്പോൾ പാപിയായ മനുഷ്യന്റെ സൽപ്രവൃത്തികളാൽ ദൈവനീതിയെ തൃപ്തിപ്പെടുത്തുവാൻ മനുഷ്യരിൽ ആർക്കും കഴിഞ്ഞില്ല. എന്തിന് അത് ദൈവത്തിൽ നിന്നും ഏറ്റുവാങ്ങി ജനത്തിന് ഉപദേശിച്ചു കൊടുത്ത മോശയ്ക്ക് പോലും അതിനെ പൂർണ്ണമായി പാലിക്കാൻ കഴിയാതെ പോയി. അതിനാലാണ് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കേണ്ടി വന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എബ്രായർ 2:14-15 വരെയുള്ള വാക്യങ്ങളാണിത്. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെയും പ്രായശ്ചിത്ത ബലിയുടെയും നിസ്തുല്യത.